പത്തനംതിട്ട റാന്നിയിൽ 4 കോടി രൂപ മുടക്കി നിർമ്മിച്ച പൊതുമരാമത്ത് റോഡ് ആഴ്ചകൾക്കുള്ളിൽ കുണ്ടും കുഴിയുമായി മാറി. ഒരു പതിറ്റാണ്ടോളം ആറ്റുനോറ്റിരുന്ന് റോഡ് നിർമ്മാണത്തിന് സർക്കാർ ഫണ്ട് അനുവദിച്ചപ്പോൾ തട്ടിക്കൂട്ട് നിർമ്മാണം അനുവദിക്കില്ല എന്ന നിലപാടിലാണ് നാട്ടുകാർ. റോഡ് നിർമ്മാണത്തിൽ വൻ അഴിമതി നടന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു. പ്രവീൺ പുരുഷോത്തമനുണ്ട്. സംഭവ സ്ഥലത്ത് നിന്നാണ് പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നത്. പ്രവീൺ പുരുഷോത്തമൻ, നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ നിർമ്മിച്ച റോഡിന്റെ ഭാഗമാണോ? 4 കോടി രൂപ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പത്തനംതിട്ട റാന്നിയിലാണ് സംഭവം. PWDനാണ് റോഡിന്റെ നിർമ്മാണത്തിന്റെ ചുമതല. എന്തുകൊണ്ടാണ് ഇത്രയും ദിവസത്തിനുള്ളിൽ, വളരെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ റോഡ് ഈ അവസ്ഥയിലേക്ക് മാറിയത്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. നമ്മുടെ നാട്ടിൽ ഒരു റോഡ് നിർമ്മാണം നടക്കുമ്പോൾ ഏറ്റവും അധികം ആഹ്ലാദിക്കുന്നതും സന്തോഷിക്കുന്നതുമൊക്കെ അതാത് നാട്ടുകാരായിരിക്കും. കാരണം ഒരു പക്ഷേ വളരെ കാലത്തോളം കുണ്ടും കുഴിയുമായിട്ടുള്ള റോഡിൽ കൂടി ആളുകൾ സഞ്ചരിച്ച് മടുക്കുമ്പോൾ അവരുടെ ഗ്രാമത്തിൽ ഒരു റോഡ് നിർമ്മാണം നടക്കുമ്പോൾ എല്ലാവരെയും സംബന്ധിച്ച് ഭയങ്കര സന്തോഷമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട റാന്നി നിയമസഭാ മണ്ഡലത്തിലെ ജണ്ടായിക്കൽ അത്തിക്കയം റോഡിലാണ്. ഈ റോഡ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് 4 കോടി രൂപ മുടക്കി പൂർണ്ണമായും റിട്ടയർ ചെയ്തു. നാട്ടുകാരൊക്കെ വലിയ ആഹ്ലാദത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാ നാട്ടുകാരും ദുഃഖിതരാണ്. കാരണം ഈ റോഡ് നിർമ്മാണം പൂർത്തിയായി ആഴ്ചകൾക്കുള്ളിൽ തന്നെ അത് കുണ്ടും കുഴിയുമായി പൂർണ്ണമായി മാറി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കരാറുകാരൻ ഇവിടെ വന്ന് 4 കോടി രൂപ മുടക്കി ടാർ ചെയ്ത ആ ഭാഗങ്ങളെല്ലാം ഇളക്കി മാറ്റി. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആ ഇളക്കി മാറ്റിയ ഭാഗങ്ങളാണ് ഈ കിടക്കുന്നത്. നാട്ടുകാർ വലിയ പ്രതിഷേധം ഇക്കാര്യത്തിൽ നടത്തി. കാരണം PWD ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലല്ല ഇവിടെ റോഡ് നിർമ്മാണം നടത്തിയതെന്ന് നാട്ടുകാർ പറയുന്നു. കണ്ടില്ല, ഇത് പൂർണ്ണമായും ഉന്നത നിലവാരത്തിൽ ടാർ ചെയ്ത ഭാഗം വീണ്ടും അവർ JCB ഒക്കെ കൊണ്ടുവന്ന് കുത്തി ഇളക്കി മാറ്റിയതാണ്. ഈ നാട്ടുകാർ പ്രധാനമായും പറയുന്നത് ഈ റോഡ് നിർമ്മാണത്തിൽ ഇവിടെ അഴിമതി നടന്നു എന്നുള്ളതാണ്. 4 കോടി രൂപ മുടക്കി 9 കിലോമീറ്റർ ദൂരമാണ് ടാർ ചെയ്തത്. അപ്പോൾ അങ്ങനെ അത്രയും കോടി രൂപ മുടക്കി റോഡ് ടാർ ചെയ്തിട്ടും അതിൻ്റെ യാതൊരു പ്രയോജനവും നാട്ടുകാർക്ക് ലഭിച്ചില്ല എന്നാണ് അവർ പരാതി പറയുന്നത്. കഴിഞ്ഞ ദിവസം അവർ PWD ഓഫീസിലേക്കൊക്കെ മാർച്ചും പ്രതിഷേധവും ഒക്കെ നടത്തിയിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന ഭാഗം അത് കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നും പൂർണ്ണമായും ഈ ടാർ ഇളക്കി മാറ്റി ഇനിയിപ്പോൾ വീണ്ടും ടാറിങ് നടത്തുമെന്നാണ് പറയുന്നത്. പക്ഷേ വീണ്ടും ടാറിങ് നടത്താൻ ഏതായാലും നാട്ടുകാർ ഇപ്പോൾ സമ്മതിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയത്? കാരണം ഇവിടുത്തെ ഈ മക്ക് ഇട്ടിരിക്കുന്നതാണ്, അത് സ്റ്റാൻഡേർഡ് അല്ല. അത് മാറ്റിയാൽ മാത്രമേ ഇത് റോഡ് ഉറയ്ക്കത്തുള്ളൂ. അതാണ് ഈ മക്ക് ആദ്യം ഇളക്കണം. ഇളക്കിയിട്ട് പഴയ ആസ്പാൾട്ട് ഇതിൻ്റെ അടിയിൽ കിടപ്പുണ്ട്. അതും ഈ പുതിയ മക്കും കൂടി മാറ്റി കളഞ്ഞിട്ട് സോളിങ് ഇട്ട് നല്ലതായിട്ട് ഉറപ്പിച്ചിട്ട് അതിന് മേളിൽ ടാർ ചെയ്യണം. എന്നാലേ ഇത് ശാശ്വതമായിട്ട് നിൽക്കത്തുള്ളൂ. അരുൺ, കേരളത്തിൽ ഏറ്റവും വലിയ 2 പട്ടികജാതി പട്ടികവർഗ കോളനികൾ, ആ കോളനികളിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട പാതയാണ് ഇത്. അങ്ങനെ ഒരു വലിയ പ്രാധാന്യം കൂടി ഇക്കാര്യത്തിലുണ്ട്. പ്രധാനമായും ഈ നാട്ടുകാർ പറയുന്ന മറ്റൊരു കാര്യം, ഇത് 40 mm കട്ടിയിലാണ് ഈ റോഡ് നിർമ്മിക്കേണ്ടിയിരുന്നത്. പക്ഷേ നാട്ടുകാർ പലയിടങ്ങളിലും നോക്കിയപ്പോൾ അത് 13 mm മാത്രമേ ഉള്ളൂ. ചേട്ടന്റെ കയ്യിൽ കുറച്ചൊരു താറിന്റെ ഭാഗം ഇരിപ്പുണ്ട്. ആ ചേട്ടൻ എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. പ്രവീൺ, കയ്യിൽ എന്തോ ഒരു കഷ്ണം പിടിച്ചിട്ടുണ്ട് ഒരു ചേട്ടൻ. എവിടെ ടാറ് കയ്യിൽ വെച്ച ചേട്ടൻ എവിടെ? ഇതിപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ നാട്ടിലൊരു റോഡ് പൂർണ്ണമായിട്ട് നല്ല രീതിയിൽ വരുന്നത് നിങ്ങൾക്ക് ആഹ്ലാദമുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കൊരു ദുഃഖം എന്താ? ദുഃഖമാണ്. ഞങ്ങൾക്ക് ഈ റോഡ് ഇത് ചെയ്യുന്നതിന് മുമ്പേ വളരെ നല്ലതായിട്ട് തന്നെ കിടക്കുമായിരുന്നു. അവിടെ ചില ഭാഗങ്ങൾ മാത്രമേ പൊട്ടിയുള്ളൂ. ഇപ്പം ഈ കുളിപ്പിച്ച് കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കി എന്ന് പറഞ്ഞ പോലെ ഉള്ള ഗതിയായി. ഇവിടെ റോഡ് കോളമാക്കി. പിന്നെ ഇവിടുന്ന് വീണ്ടും ഇവർ വന്നിടയ്ക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഇവിടുന്ന് ഈ ഒരു 10-50 മീറ്റർ ചെയ്തു. അത് ആദ്യം അതിനേക്കാൾ പിന്നെ മോശമായിട്ട് പൊട്ടി. ഈ റോഡ് പിന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പട്ടികജാതി വർഗത്തിലേക്ക് അങ്ങോട്ട് പോകാനും ശബരിമലയ്ക്ക് വരെ ഉപയോഗിക്കാവുന്ന റോഡായത് വൃത്തിയായിട്ടിട്ട് കഴിഞ്ഞാൽ. പക്ഷേ അരുൺ, ഈ 4 കോടി രൂപയുടെ ഒരംശമാണ് ഇങ്ങനെ ഈ ഇളകി കിടക്കുന്നത്. അതാണ് ഈ നാട്ടുകാർ പ്രധാനമായും പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഒരു തീരുമാനം എന്താ? നിങ്ങൾ ഇനിയും റോഡ് നിർമ്മാണത്തിന് സമ്മതിക്കില്ലേ? അത് ഇതിനകത്ത് ഒന്ന് WMM ഇളക്കി ചെയ്യണം. ടാർ ചെയ്യേണ്ടത്. ഇത് കോർ ടെസ്റ്റ് ചെയ്തപ്പോൾ പലയിടങ്ങളിലും 40. അതെ അരുൺ, ഇത് പൊതുമരാമത്ത് റോഡ് തന്നെയാണ്. പൊതുമരാമത്ത് വിഭാഗം തന്നെയാണ് ഇതിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് റോഡിൻ്റെ പരിശോധന നടത്തിയിരുന്നു. അതായത് ഈ ഭാഗങ്ങളൊക്കെ കുഴിച്ച് ഇവിടെ നിന്നും റോഡിൻ്റെ ഒരു അംശം എടുത്തുകൊണ്ട് പോയി പരിശോധിച്ചിരുന്നു. പക്ഷേ നാട്ടുകാർ പറയുന്നത് PWD ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് റോഡിൻ്റെ ഒരു ഭാഗം എടുത്തുകൊണ്ട് പരിശോധനയ്ക്ക് പോയി. പക്ഷേ അതിൻ്റെ പരിശോധന ഫലം ഇതുവരെയും വന്നിട്ടില്ല എന്നാണ് നാട്ടുകാരുടെ
നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആരോപണം. അപ്പം നാട്ടുകാർ പറയുന്നത് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരും ഈ കരാറുകാരും തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ പരിശോധനയ്ക്ക് കൊണ്ടുപോയ ഭാഗത്തിന്റെ അതിന്റെ പരിശോധനാ ഫലം ഇതുവരെ എത്ര ദൂരം റോഡ് തകർന്നിട്ടുണ്ട്? 9 കിലോമീറ്ററോളം റീടാർ ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ എത്ര ദൂരമാണ് തകർന്നു കിടക്കുന്നത്? മൊത്തം റോഡും തകർന്നോ അതോ ചില ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ? ഉദാഹരണത്തിന് വെള്ളക്കെട്ടുള്ള ഭാഗം, വെള്ളത്തിന്റെ കുത്തൊലിപ്പുള്ള ഭാഗം, അങ്ങനെ മാത്രമേ തകർന്നിട്ടുള്ളൂ? അങ്ങനെയല്ല അരുൺ, ഇത് കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് ഈ റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. 9 കിലോമീറ്റർ ദൂരം, അത് ജണ്ടായിക്കൽ എന്ന സ്ഥലം മുതൽ അത്തിക്കയം വരെ 9 കിലോമീറ്റർ ദൂരമാണ് പൂർണ്ണമായും ടാർ ചെയ്തത്. പക്ഷേ 2 ആഴ്ചയ്ക്കുള്ളിൽ എല്ലാ ഭാഗങ്ങളും ആ റോഡ് നേരത്തെ എങ്ങനെയായിരുന്നു കുണ്ടും കുഴിയുമായി കിടന്നിരുന്നത് അതേ നിലവാരത്തിലേക്ക് പോയി. അതായത് ഉന്നത നിലവാരത്തിൽ ചെയ്ത റോഡിൻ്റെ ആ ടാർ ഭാഗങ്ങളെല്ലാം പൂർണ്ണമായും ഇളകിപ്പോയി. അങ്ങനെ ആ സമയത്താണ് നാട്ടുകാർ പൊതുമരാമത്ത് വകുപ്പിന് ഒരു പരാതി കൊടുക്കുകയും പിന്നീട് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് പരിശോധിക്കുകയും ഒക്കെ ചെയ്തത്. ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് മുകളിലെ ടാറിങ് ഇളക്കി മാറ്റിയ ആ ഭാഗങ്ങളാണ്. കാരണം നേരത്തെ ഉണ്ടായിരുന്ന ടാറിങ് ഇവിടെ നിന്നും പൂർണ്ണമായി ഇളക്കി മാറ്റി ഇനിയിപ്പോൾ വീണ്ടും ടാർ ചെയ്യാൻ പോവുകയാണ്. അതായത് 4 കോടി മുടക്കി 9 കിലോമീറ്റർ ദൂരം പൂർണ്ണമായും ടാർ ചെയ്തു. അതിനുശേഷം ഈ ഭാഗങ്ങളെല്ലാം, അതായത് 9 കിലോമീറ്ററിൻ്റെ ഏകദേശം 80% ഭാഗങ്ങളും വീണ്ടും പൊട്ടി ഇളകി പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. അങ്ങനെയാണ് ഈ 9 കിലോമീറ്ററിൻ്റെ പരിധിയിലുള്ള എല്ലാ നാട്ടുകാരും ഈ ഒരു വിഷയത്തിൽ പ്രതിഷേധവുമായി വന്നത്. അതേസമയം തന്നെ ഇതിലേറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഈ റോഡ് നിർമ്മാണം നടക്കുമ്പോൾ കരാർ അനുസരിച്ച് നേരത്തെ ഈ റോഡിൻ്റെ ഭാഗങ്ങൾ അത് പൂർണ്ണമായും ഇവിടെ നിന്ന് ഇളക്കി മാറ്റിയ ശേഷം മാത്രമേ പിന്നീട് ടാറിട്ട് റോഡ് നിർമ്മാണം നടത്താവൂ എന്നാണ് ചട്ടം. അങ്ങനെയാണ് നിയമം പറയുന്നത്. പക്ഷേ കരാറുകാർ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ റോഡിൻ്റെ പഴയ ഭാഗങ്ങൾ ഇളക്കി അതേ ഭാഗങ്ങൾ തന്നെ വീണ്ടും ഇവിടെ ഇട്ട് ഉറപ്പിച്ച് അതിന് മുകളിൽ പിന്നീട് അവർ ടാർ ചെയ്യുന്ന ഒരവസ്ഥയാണുള്ളത്. ഇവിടെ സംഭവിച്ചത് ഇവർ ഈ ക്രഷർ യൂണിറ്റുകളിൽ നിന്നുമൊക്കെ ഇവർ ഈ റോഡിൻ്റെ അടിവശം ഉറപ്പിക്കുന്നതിനായിട്ട് മിശ്രിതം കൊണ്ടുവരും. അപ്പോൾ ആ മിശ്രിതം ആണ് ഇതിൻ്റെ അടിയിൽ ഇട്ടിരിക്കുന്നത്. പക്ഷേ സംഭവിച്ചത് നമ്മൾ ചെളിയിൽ ഒരു കല്ലിടുമ്പോൾ കല്ല് താന്നു പോവുകയും ചെളി മുകളിലേക്ക് വരികയും ചെയ്യും എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഇതിൻ്റെ അടിയിൽ ആ മിശ്രിതം ഇട്ടപ്പോൾ, കല്ലുകൾ ഇട്ടപ്പോൾ വെള്ളം മഴ പെയ്തപ്പോൾ പൊങ്ങി വരികയും അങ്ങനെ ടാറിങ് പൂർണ്ണമായിട്ടും ഇളകി. ഏതായാലും ഒരു വിജിലൻസ് അന്വേഷണം, PWയുടെ വിജിലൻസ് അന്വേഷണം വേണമെന്നാണ് നാട്ടുകാരുടെ ഒരു ആവശ്യം. ആ ഒരു ആവശ്യം തന്നെയല്ലേ നിങ്ങൾക്ക്? അതെ, വിജിലൻസ് അന്വേഷണം വേണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, 40 mm കട്ടിയിൽ ടാർ ചെയ്യേണ്ടത് ഈ പ്രദേശത്ത് എങ്ങും തന്നെ അത്രയും ടാർ ചെയ്തിട്ടില്ല. 14 mm ആണ് പരമാവധി ഉള്ളത്. അപ്പോൾ ഈ WMM അല്ലാത്ത ഭാഗവും ഇതുപോലെ തന്നെ ഇളക്കി 40 mm ടാർ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അരുൺ, നാട്ടുകാരേവരും എല്ലാവരും തന്നെ അറിയിക്കാവുന്നതാണ്. മാത്രമല്ല വിജിലൻസ് അന്വേഷണത്തിൽ മന്ത്രി ഉത്തരവിടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം മാസങ്ങൾക്കുള്ളിൽ ഒരു റോഡ് 4 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഒരു PW റോഡ് തകർന്നു പോകണമെങ്കിൽ ആ നിർമ്മാണം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും മന്ത്രി ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. മന്ത്രിയെ നമ്മൾ ശ്രമിച്ചു, പക്ഷേ അദ്ദേഹം ഫോൺ എൻഗേജിലാണ്, നമുക്ക് കിട്ടിയിട്ടില്ല. മന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിക്കും എന്ന് തന്നെ നമുക്ക് കരുതാം. അപ്പോൾ പ്രവീൺ, ഈ റോഡ് നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം സാധാരണ ഒരു ആചാരം എന്ന നിലയിൽ 2 ബോർഡുകൾ സ്ഥാപിക്കാറുണ്ട്. കാഴ്ചക്കാരല്ല, ഞങ്ങൾ കാവൽക്കാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ബോർഡ് സ്ഥാപിക്കുന്നത്. ആ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടോ അവിടെ? ഇവിടെ സാധാരണ റോഡ് നിർമ്മാണം നടത്തുമ്പോൾ കരാറുകാരൻ്റെ പേര്, ദൂരം, എസ്റ്റിമേറ്റ് തുക, ചെലവഴിച്ച തുക, ഇതെല്ലാം ഉള്ളൊരു ബോർഡ് സ്ഥാപിക്കുമല്ലോ. ആ ബോർഡ് ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ? അത്തരത്തിലൊരു ബോർഡ് ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല. അത് സ്ഥാപിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിന് PWD അധികൃതർ തയ്യാറായിട്ടില്ല. അതിനൊരു നടപടിയും കോൺട്രാക്ടറോട് പറയുന്നതുമില്ല. ഏതായാലും ജനം കാവൽക്കാർ തന്നെയാണ് അരുൺ. ഇവിടെ ഉന്നത നിലവാരത്തിൽ നിർമ്മിച്ച റോഡ് തകർന്നപ്പോൾ ഇനിയും അതേ നിലവാരത്തിൽ തന്നെ നിർമ്മിക്കേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കാരണം ജനങ്ങൾ അത്രമാത്രം പ്രതിഷേധത്തിലാണ്. അപ്പോൾ അവർ കാവൽക്കാർ തന്നെയാണ്. ഈ കാണുന്ന ആളുകളെല്ലാം കാവൽക്കാർ തന്നെയാണ്. രൂപയുടെയെങ്കിലും അഴിമതി ആ വിഷയത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് പുറത്തു കൊണ്ടുവരിക തന്നെ വേണം. വിജിലൻസ് അന്വേഷണം തന്നെ വേണം. ആഴ്ചകൾക്കുള്ളിൽ ഒരു റോഡ്, അതും 9 കിലോമീറ്റർ ദൂരമുള്ള ഒരു റോഡ് ഇങ്ങനെ 4 കോടി രൂപ മുടക്കിയതിന് ശേഷം ഈ അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ അതിന് കുറ്റക്കാരായത് ആരാണെങ്കിലും അവരെ വെറുതെ വിടാൻ പാടില്ല. അത് തീർച്ചയായിട്ടും മന്ത്രി ഇടപെടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. റാന്നി മണ്ഡലത്തിലാണ് ഈ റോഡ് നിർമ്മാണം. 9 കിലോമീറ്റർ റോഡാണ് ആഴ്ചകൾക്കുള്ളിൽ തകർന്ന് തരിപ്പണമായി പോയത്. 4 കോടി വെള്ളത്തിലായി.